ഹലോ, അപ്പോൾ നമ്മളിന്ന് ജനുവരി 22 ഡേറ്റ്. ഇന്ന് നമ്മുടെ സെഷൻ 1-ൻ്റെ ഡേ 1 പരീക്ഷയായിരുന്നു. അതിൽ ഷിഫ്റ്റ് 2 പരീക്ഷ എഴുതിയ നമ്മുടെ മുത്തൂലിയിൽ എഞ്ചിനീയറിംഗ് ബാച്ചിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പേര് ഹരിനന്ദൻ, E22 ബാച്ച് തൃശ്ശൂരിൽ നിന്നാണ്. എക്സാം മോഡറേറ്റ് ആയിരുന്നു തോന്നുന്നത്. കെമിസ്ട്രി അത്യാവശ്യം തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പ്രോബ്ലംസ് കുറവായിരുന്നു. പിന്നെ ഒരു 20 ദിവസത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഫിസിക്സും കൂടുതൽ തിയറി ആയിരുന്നു, പ്രോബ്ലംസ് കുറച്ച് കുറവായിരുന്നു. ഫിസിക്സ് ന്യൂമറിക്കൽ അത്ര നോക്കിയില്ല, MCQ ചെയ്തു. പിന്നെ മാത്സും അത്യാവശ്യം ഒരു 10 ദിവസം വെച്ച് ചെയ്യാൻ പറ്റി. ഫിസിക്സ് മറ്റേ +2 ടോപ്പിക്സ് നിന്ന് അത്യാവശ്യം നല്ലോണം വന്നിരുന്നു ക്വസ്റ്റ്യൻസ്. പിന്നെ +1 അങ്ങനെ വന്നില്ല, കുറവായിരുന്നു. ഫുൾ തിയറി ബേസ്ഡ് ആയിരുന്നു. ഓക്കെ. കെമിസ്ട്രിയും അങ്ങനെ തന്നെ ഫുൾ തിയറി ആയിരുന്നു. പ്രോബ്ലം കൂടുതൽ സമയം എടുക്കുന്ന ചോദ്യങ്ങളായിരുന്നു അല്ലേ? ഓക്കെ. എൻ്റെ പേര് അപർണ, E30 ബാച്ച് മുത്തൂരി പഠിക്കുന്നു, വീട് കോട്ടയം. മാത്സ് ആക്ച്വലി ഭയങ്കര ടഫ് എന്നല്ല, കാൽക്കുലസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കാൽക്കുലസ് ആക്ച്വലി നല്ല ടഫായിട്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. എന്നാൽ നമുക്ക് വെക്ടർ 3D പോലെ നമുക്ക് പഠിച്ചാൽ കിട്ടുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. കുറച്ച് ലെങ്തി ആയിരുന്നു, പക്ഷേ ഒരു ഭയങ്കര ടഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സെക്ഷൻ ടഫ്, ഒരു സെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഫിസിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ മാഗ്നറ്റിസം, ഇതിൻ്റെ രണ്ടിൻ്റെയും ക്രോസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. പിന്നെ കെമിസ്ട്രി അതുപോലെ പ്രോബ്ലംസ് ഒന്നും ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുള്ളതില്ല, കുറേ തിയറി ബേസ്ഡ് തന്നെയായിരുന്നു. കെമിസ്ട്രി ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് ഒക്കെ ഈസി ആയിരുന്നു. ഫിസിക്സും ഫസ്റ്റ് ഇയർ കുഴപ്പമില്ലായിരുന്നു. മാത്സ് വെക്ടർ 3D ചാപ്റ്ററൊക്കെ കുഴപ്പമില്ല. Brilliant Study Center, India's #1 coaching center for NEET and JEE.